കോഫി ഒഴിക്കുന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞു മക്കളെ കണ്ടിട്ടുണ്ടല്ലോ, ചെറിയൊരു ക്യാപ്ചർ. ഹലോ ഗൈസ്, മെഹറിൻസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ പ്രസംഗവും പാട്ടും ഓത്തും കഥയൊക്കെ കേൾക്കൂട്ടോ. താഴെ മദ്രസയിൽ റബീഉൽ അവ്വലിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ മോളായ ലിപിയും കൂടി ഒരു ഔട്ട്ഡോർ പോയത്. അതായത് ഒന്ന് പുറത്ത് പോവുക, ഒരു കോഫി ഉണ്ടാക്കുക, കുടിക്കുക, അതിൻ്റെ കൂടെ സ്നാക്സ് വാങ്ങുക, കഴിക്കുക എന്ന വീഡിയോയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. ഈ ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, കാസർഗോഡുള്ള എല്ലാവർക്കും അറിയാവുന്ന ബീച്ചാണ്. ചേരങ്കൈ ബീച്ച് എന്ന് പറയുന്നതിന്. അവിടെ പോയിട്ട് നമ്മൾ കോഫി ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലാസ്കിലൊക്കെ ഒഴിച്ചിട്ട് ഇപ്പുറം വന്നിട്ടാണ് കലാപരിപാടികൾ. അങ്ങനെ നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അല്ല ഗൈസ്, കോഫി തിളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്ക് ചുറ്റിലും പിള്ളേരൊക്കെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാക്ക ഉണ്ടായിരുന്നു, പിന്നെ കടലിൻ്റെ നല്ല സൗണ്ട് നോയ്സസ് ഉണ്ടത് കാരണമാണ് ഞാനത് ഒഴിവാക്കിയത്. അങ്ങനെ ഫ്ലാസ്കിലേക്ക് കോഫി ഒഴിക്കുന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞു മക്കളെ കണ്ടിട്ടുണ്ടല്ലോ, ചെറിയൊരു ക്യാച്ച് ചെയ്തതാണ്. പിന്നെ പബ്സ് ഡിസ്പോസിബിൾ പ്ലേറ്റിലേക്ക് എടുക്കുന്നു, കോഫി കപ്പിലേക്ക് ഒഴിക്കുന്നു, കുടിക്കുന്നു. അങ്ങനെ പോവും ഈ ഒരു ചരിത്രം, ഈ ഒരു കഥ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണല്ലേ. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ വല്ല മലഞ്ചെരുവിലോ അല്ലെങ്കിൽ വല്ല ബീച്ചിലോ അല്ലെങ്കിൽ വല്ല കാടിലോ കരയിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു വൈബ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയല്ലേ. എന്താ വെച്ചാൽ ഇത് നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്യുമ്പോഴുള്ള ഒരിത് വേറെ തന്നെയാണ്. ഞാൻ ഫാമിലി ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്, അത് പിറകെ വരുന്നതായിരിക്കും. എന്താ വെച്ചാൽ എൻ്റെ പരിപാടി തന്നെയാണ്. പോവുക, കോഫി ഉണ്ടാക്കുക, നൂഡിൽസ് ഉണ്ടാക്കുക, മുട്ട ആംപ്ലേറ്റ്, ബ്രെഡ് ഉണ്ടാക്കുക, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക, കഴിക്കുക, തിന്നുക, വൈബ് എടുക്കുക. ഇതാണ് എൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങളുടെ പരിപാടി എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കാട്ടിക്കൂട്ടലൊക്കെ നടത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇപ്പുറം വന്ന് നമ്മുടെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, ലൈറ്റ് ഹൗസിലുള്ള ബീച്ചിൽ പോയി ഞങ്ങൾ കോഫിയൊക്കെ ഒഴിച്ച് കുറച്ച് പട്ടിഷമൊക്കെ കാണിച്ച് പിന്നെ മടക്കി വെച്ച് പിന്നെ കോഫി കുടിക്കുന്നു, ഇരിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, ക്യാപ്ചർ എടുക്കുന്നു, കടലിലേക്ക് പോകുന്നു, തുള്ളുന്നു, മറിയുന്നു എന്നിങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം കാണിച്ച് നിങ്ങൾ അങ്ങനെ വൈബ് കണ്ടെത്തുകയാണ് ഗൈസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഒന്ന് പറയുമോ? പിന്നൊരു കാര്യമുണ്ട്, ഈ പോകുന്ന ടൈമിലുണ്ടല്ലോ ഞാനൊരു ലൊട്ട ഡ്രസ്സായിട്ടിട്ടുള്ളത്, ലൊട്ട വെച്ചാൽ പരമലൊട്ട ഡ്രസ്സ്, ഇതിൽ ഫുള്ള് മൊത്തം കറയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ പോകാൻ വേണ്ടി നിന്നതല്ല. ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഫ്രണ്ടിൻ്റെ മോള് പറഞ്ഞു, പിന്നെ ദീദി നമുക്ക് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇറങ്ങി തിരിച്ചതാണ്. പിന്നെ വണ്ടിയിൽ എപ്പോഴും സ്റ്റോക്കാണല്ലോ എല്ലാം, അതുകൊണ്ട്. പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. നേരെ പപ്സ് വാങ്ങിച്ചു, കഴിച്ചു. 2 പപ്സ് വാങ്ങിച്ചിന് കേട്ടോ. ആക്രാന്തം മൂലം ആദ്യം ഒന്ന് കാറിൽ നിന്ന് കഴിച്ചു, പിന്നെ ആക്രാന്തം തീർന്നപ്പം ഒന്ന് വന്ന് കടൽക്കരയിൽ നിന്ന് കഴിച്ചു. അതാണ് സത്യം. അങ്ങനെ വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കോഫി കുടിക്കുന്നു. കണ്ടാൽ തോന്നും ജീവിതത്തിൽ കോഫി കുടിച്ചില്ലാന്ന്, അല്ലേ? അല്ല, അങ്ങനെയല്ല. കണ്ടാൽ തോന്നും ഭയങ്കര ഡീസൻ്റായിട്ട് കോഫി കുടിക്കുന്നു എന്ന പോലെ. ഈ പ്ലാസ്റ്റിക് കവർ എവിടെ കളയണം എന്നുള്ള ആ ഒരു ഇതിൻ്റെ പ്രഹസനം കാണിച്ചതാണ് അത്. അങ്ങനെ കടലിലേക്ക് നോക്കി ഞങ്ങൾ കോഫി കുടിക്കുകയാണ് കേട്ടോ. കോഫി കുടിച്ചിട്ട് പപ്സ് തിന്നാണ്. എന്ത് സുഖമുള്ള ഏർപ്പാടെന്നറിയോ. നമ്മളുടെ മനസ്സിലെ ഭാരങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഫീലാണ് ഈ കടൽ നോക്കിയുള്ള ആ ഒരു കോഫി കുടിത്തൊക്കെ. പുള്ളി വൈബാണ് കേസ്, ഒന്നും പറയാനില്ല കേട്ടോ. ഒന്നും പറഞ്ഞാൽ മതിയാവില്ല, അത്രക്കും നല്ല ഒരു ഇതാണ് കിട്ടുന്നുള്ളത്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മ്യൂസിക്കിലൂടെ കണ്ടോളൂ ഗൈസ്.
കടയിലേണ്ടപ്പോൾ ഇറങ്ങി ഓടാനൊക്കെ തോന്നാതില്ല. പക്ഷെ ഞാൻ ഓടിയില്ല ഗൈസ്. ഞാൻ ഓടാത്തതിൻ്റെ ഇത് ലിവ ഓടിനെ തീർത്തു. അവൾ പറഞ്ഞു അങ്ങ് എണീക്ക് ഞാനൊന്ന് ഓടട്ടെ എന്ന് പറഞ്ഞിട്ട് ഓളെന്നെ അപ്പുറത്താക്കിയിട്ട് നെക്സ്റ്റ് ഓൾ ഓടുന്ന കലാപരിപാടിയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നുള്ളത്. നോക്കിക്കോളൂ, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ലിവ വരുന്നു, ചാടുന്നു, ഓടുന്നു, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാ കണ്ടോളൂ, വന്നു, ചാടി. അല്ല പിന്നെ തീരെ ചാടുന്നില്ലെങ്കിൽ ഞാൻ ചാടിക്കോളാന്ന് പറഞ്ഞോട് പോയി. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ ക്യാപ്ചർ ചെയ്ത് ഞങ്ങളങ്ങ് വീട്ടിലേക്ക് വിട്ടു ഗൈസ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്നാലും ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം. അത് നല്ലതായാലും മോശമായാലും നോക്കണേ. പിന്നെ ഞങ്ങൾ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ ഓടി കടലിലേക്ക് ഓടി മാഞ്ഞു മറിഞ്ഞിട്ടാ. ഇതൊക്കെ ഗിംബിളൊക്കെ വെച്ചിട്ടെടുത്തതാണ്. അപ്പോൾ അറിയിക്കൂലേ, കമൻറ്റിലൂടെ അറിയിക്കുമെന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.